ഹലോ മക്കളെ, ഇപ്പോൾ +1 ക്രിസ്മസ് പരീക്ഷ ടൈം ടേബിൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ടൈം ടേബിളിനെ പറ്റിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ടൈം ടേബിൾ കണ്ടിട്ട് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരുന്നാൽ, പലരും ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ആ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ക്രിസ്മസ് പരീക്ഷ അടിപൊളിയായിട്ട് പോകും. ടെൻഷൻ ഉണ്ടാവുക, അടിപൊളി മാർക്കും കിട്ടും. ഒന്ന് വിചാരിച്ചാൽ ഫുൾ മാർക്കും കിട്ടും. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് ഉണ്ട് മക്കളെ. ഈ ഞായറാഴ്ച കൃത്യം 7:30 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ ഒരു 7 ഡേ സ്റ്റഡി ചാലഞ്ച് അനൗൺസ് ചെയ്യാൻ പോവാണ്. ഈ 7 ഡേ സ്റ്റഡി ചാലഞ്ചിൽ ഇത്രയും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ കാര്യങ്ങളൊക്കെ പറയാം. ഇന്നേ വരെ ഒരു ചാപ്റ്ററും പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാത്ത കുട്ടിക്ക് പോലും കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചെടുക്കുക മാത്രമല്ല, ക്രിസ്മസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ 7 ഡേ സ്റ്റഡി ചാലഞ്ചിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. സോ സാർ, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചാലും മാർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ നിൽക്കണ്ട. നേരെ ഞായറാഴ്ച ലൈവിൽ കയറി വരിക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, പിന്നെ ഷെയറും ചെയ്യാം. അറിയാലോ. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ ടൈം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും. ആദ്യത്തെ കുറേ പരീക്ഷകൾ അടുപ്പിച്ചായിരിക്കും, പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കുറച്ച് വേറെ പരീക്ഷകൾ വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ പഠനം എന്താണ്? പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന 2 ദിവസം ഈ ആഴ്ചയിൽ പ്ലസ് നെക്സ്റ്റ് വീക്കിൽ 7 ദിവസം, അതായത് 7 to 9 ദിവസങ്ങൾ നിങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിൽ പഠിച്ചാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഒരു പ്രത്യേക പാറ്റേണിൽ പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുകയാണ്, അതായത് എല്ലാം ഒരേപോലെ പഠിക്കുകയാണ്. ഞാൻ അടുത്ത ആഴ്ച ഫിസിക്സും പഠിക്കും, കെമിസ്ട്രി പഠിക്കും, മാത്സ് പഠിക്കും, ബയോളജി പഠിക്കും, എല്ലാം പഠിക്കും, ഞാൻ പഠിക്കും, എല്ലാം പഠിക്കും. അങ്ങനെ നിങ്ങൾ കാണിക്കാൻ പോയാൽ നിങ്ങൾ ചെറിയൊരു മണ്ടത്തരായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. കാരണം എന്താണ്? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. പാർട്ട് 2 ലാംഗ്വേജ് ഓക്കെ, അത് ഈസിയാണ്, എന്നോട് മുമ്പ് സമയമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പാർട്ട് 1 ഇംഗ്ലീഷ് പരീക്ഷ നമുക്ക് എഴുതാം. പിന്നെ കെമിസ്ട്രി മാത്സ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഈ കെമിസ്ട്രിക്ക് മാത്സ് നിങ്ങൾക്ക് പഠിക്കാൻ ദിവസങ്ങളില്ല. അതായത് ഇംഗ്ലീഷ് കഴിഞ്ഞു, നിങ്ങൾ വൈകുന്നേരം വരുന്നു, കുറച്ച് റിവൈസ് ചെയ്യാൻ സമയം കിട്ടും, ഒബ്വിയസ്ലി മാരത്തോൺ ലൈവ് കാണാൻ സമയം കിട്ടും, അടുത്ത ദിവസം കെമിസ്ട്രി പരീക്ഷ. പഠിച്ചെടുക്കാനുള്ള സമയം കാര്യമായിട്ടില്ല. മാത്സിലും സെയിം സ്ഥിതിയാണ്. അപ്പോൾ ഈ 2 സബ്ജക്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം സൂക്ഷിക്കണം. ഓക്കെ, സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. എന്നാൽ അതിനുശേഷം വരാൻ പോകുന്ന കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് ആൻഡ് ബയോളജി അത്യാവശ്യം നല്ല ദിവസങ്ങളുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയാൽ മക്കളെ, 1, 2, 3, 4 പ്ലസ് നമുക്ക് എന്തുണ്ടാവും, ആ മാത്സ് എഴുതിയ വൈകുന്നേരം കൂടി ഉണ്ടാവും. ഇത്രയും ദിവസങ്ങളാണ് നമുക്കുള്ളത്. എന്തിന്? കമ്പ്യൂട്ടർ സയൻസിനും ഫിസിക്സിനും ബയോളജിക്കും ആയിട്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കേ, ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും, മനസ്സിലായില്ല? അപ്പോൾ അത്രയും ദിവസങ്ങളാണ് ഈ 3 പരീക്ഷയ്ക്ക് അല്ലെ 2 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്ക്, ഈ 3 സബ്ജക്റ്റ് അല്ലെ 2 സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം എന്താണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അടുത്ത ആഴ്ച മൊത്തം എന്താണ്, ഫിസിക്സും ഞാൻ പഠിക്കും, ബയോളജിയും ഞാൻ പഠിക്കും, മാത്സും പഠിക്കും, കെമിസ്ട്രി പഠിക്കും എന്ന് നിങ്ങൾ കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരായി പോകും. ഇത് ഞാൻ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഞാൻ ഓൾറെഡി എല്ലാം പഠിച്ച് സെറ്റാക്കി പിന്നെ റിവൈസ് ചെയ്യുന്ന കുട്ടികളെ പറ്റി അല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം ഈക്വലായിട്ട് പഠിക്കാം, അത് വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, സിലബസും തീർക്കാത്ത കുട്ടികളുണ്ടാവില്ല. അതായത് മാത്സും കെമിസ്ട്രിയും മാത്രം പഠിച്ചിട്ടൊന്നും ഇല്ലാത്ത കുട്ടികൾ അടുത്ത ആഴ്ച എല്ലാം ഒരേപോലെ പഠിക്കാൻ പോയി മണ്ടത്തരായി പോകും. നിങ്ങൾ നെക്സ്റ്റ് വീക്ക് എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുക? കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അതിലെ ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഒബ്വിയസ്ലി എക്സാമിന് തലേന്നുള്ള ദിവസങ്ങളിൽ ഒബ്വിയസ്ലി പാർട്ട് 2 ലാംഗ്വേജിലും ഇംഗ്ലീഷിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അത് എക്സാമിന് തലേന്നുള്ള ദിവസങ്ങൾ മതി. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, കുറച്ച് സമയം എക്സ്ട്രാ ഇംഗ്ലീഷ് കൊടുക്കണം. പക്ഷേ ഏറ്റവും പ്രശ്നം വരാമെന്ന് കെമിസ്ട്രി മാത്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ഫിസിക്സ് പഠിക്കണോ? വേണ്ട. എന്തിനാ പഠിക്കുന്ന നെക്സ്റ്റ് വീക്ക് ഫിസിക്സ്? നിങ്ങൾ ബാക്കിയുള്ള ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഫിസിക്സ് പഠിക്കാൻ പോകുന്നത്? കാരണം ഫിസിക്സ് പഠിക്കാൻ വേണ്ടി 1, 2, 3, 4 പിന്നെ അന്ന് വൈകുന്നേരം ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് വൈകുന്നേരം ഉണ്ട്, അത്രയും ദിവസങ്ങളാണ് കിട്ടാൻ പോകുന്നത്. പിന്നിലെ നിങ്ങൾ ആ സമയത്ത് പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ നെക്സ്റ്റ് വീക്ക് എന്തിൽ ഫോക്കസ് ചെയ്യും? നിങ്ങൾ മര്യാദയ്ക്ക് മാത്സിൻ്റെ കെമിസ്ട്രീൻ്റെ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർത്ത് അതിൽ മാക്സിമം ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യും. അങ്ങനെ ചെയ്ത് ആ 2 സബ്ജക്റ്റ് സെറ്റാണ്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡായിട്ട്, പ്രത്യേകിച്ച് ലീവും കൂടിയാണ്, രാവിലെ ഒക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്രയും സമയം ഫുൾ ഡേയ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർ കമ്പ്യൂട്ടർ സയൻസ്, ഇനി അതില്ലാത്തവർക്ക് ഫിസിക്സും ബയോളജിയും പഠിച്ചെടുക്കാം. ബയോളജി ഇല്ലാത്തവർ കമ്പ്യൂട്ടർ സയൻസ്, 2 സബ്ജക്റ്റ് ബേസിക്കലി വരുള്ളൂ. ഇത് പഠിച്ചെടുക്കാം ഈസി ആയിട്ട്, 2 സബ്ജക്റ്റ് വരുള്ളൂ, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തിനാ സമയം വേസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് പഠിച്ചിട്ട്? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ, അപ്പോൾ സിമ്പിൾ കാര്യമാണ്, കോമൺ സെൻസ് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യണം. പലരും തെറ്റിക്കും, അതുകൊണ്ടാണ് പറയുന്നതൊക്കെ. പലരും എന്ത് ചെയ്യും, ഒരേപോലെ പഠിക്കും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7 ഡേ സ്റ്റഡി ചാലഞ്ചിലും നമ്മളൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരും. ഒബ്വിയസ്ലി ഞാൻ ഈ പറഞ്ഞ പ്ലാനിനായിട്ട് അലൈൻഡ് ആയിരിക്കും. അതിൽ നടക്കാവുന്ന വളരെ സിമ്പിൾ സാധനമാണ് മക്കളെ. നെക്സ്റ്റ് വീക്ക് ഒബ്വിയസ്ലി നമ്മൾ മാത്സിലും കെമിസ്ട്രിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ എക്സാമിനറിൻ്റെ കൂടെ
നിങ്ങൾക്ക് കെമിസ്ട്രീൻ്റെ മാത്സിലെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. കെമിസ്ട്രി മാത്സ് മാത്രമല്ല, ഈ പരീക്ഷകൾക്കും എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ, എന്താണ് എക്സാമിന് തരാമെന്ന ലൈവ് എല്ലാ കാര്യങ്ങളും ഞായറാഴ്ച 7:00 എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ എങ്ങനെയാണ് ഫിസിക്സിനും ബയോളജിക്കും കമ്പ്യൂട്ടർ സയൻസിനും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എക്സാമിനറിൻ്റെ പെർസ്പെക്റ്റീവ് കൃത്യമായിട്ട്, എക്സാമിനറിൻ്റെ പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച നിങ്ങൾ വരണം. എല്ലാവരും ഉണ്ടായിരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി വിചാരിക്കുന്നു, കൂടുതൽ പറയുന്നില്ല. അടിപൊളിയായിട്ട് പഠിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലീവ് വന്നുകൊണ്ട്. പക്ഷേ അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്താലേ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവുള്ളൂ, അല്ലെങ്കിൽ മണ്ടത്തരായി പോകും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഞായറാഴ്ച കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ് മക്കളെ.